ഈ വീഡിയോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ആരെങ്കിലും ചവിട്ടി താഴ്ത്താനോ ചളി വാരി എറിയാനോ ഉള്ളതല്ല. ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 2 ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് അതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് അഭിഷേക് കെയും രണ്ടാമത്തത് അഭിഷേക് എസും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയാണ്. അഭിഷേക് കെ ഹോമോസെക്ഷൽ ആണ്, ഹോമോസെക്ഷുവാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അഭിഷേക് എസ് ഹോമോസെക്ഷുവാലിറ്റിനെ എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും വരുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഒരു വീടിനുള്ളിൽ ഇത്രയും ദിവസം കണ്ടിന്യൂ ചെയ്ത് നിന്ന് പോവുക? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആൻഡ് എക്സൈറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ട തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ അഭിഷേക് എസും അഭിഷേക് കെയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവർക്ക് കാർഡ് കിട്ടുന്നു. ഇനി ഇതിനെക്കുറിച്ച് ജെൻഡർ കാർഡ് ഇറക്കരുത് എന്നുള്ളത് ബിഗ് ബോസിന്റെ അടുത്തുനിന്ന് വാർണിംഗ് കിട്ടുന്നു. അതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ അഭിഷേക് എസ് ഉയർത്തിയിട്ടുള്ള ഒരു വലിയ അക്യൂസേഷൻ ആയിരുന്നു ഈ ഒരു കാര്യം. അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള അഭിഷേക് കെ ഈ കൊറിയൻ മല്ലു എന്ന് പറഞ്ഞ ഒരാളുടെ കമന്റിന് താഴെ കൊടുത്തിരിക്കുന്ന വളരെ വൃത്തികെട്ട മോശമായ രീതിയിൽ സ്വന്തം കുട്ടിയോട് നീ സെക്സ് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ അഭിഷേക് കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ രീതിയിൽ പൊട്ടിത്തെറി സംഭവിക്കേണ്ടുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. കാരണം ഒരു കുട്ടീനെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് എന്ത് യോഗ്യതയാണ് ബിഗ് ബോസ് ഹൗസിൽ വരാനുള്ളത് എന്ന് ചോദ്യം ചെയ്യപ്പെടാമായിരുന്നു. പക്ഷേ അത് സൈലൻസ്ഡ് ആയിപ്പോയി. ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ്. ആ വിഷയം അതോടുകൂടെ ബിഗ് ബോസ് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പുറത്തും ഇതിനെക്കുറിച്ച് വലിയ അനക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ബിഗ് ബോസിനകത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന ഈ ആളുകളുടെ സെലക്ഷന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു അഭിഷേക് കെ പുറത്ത് ചെയ്തു വെച്ചത് എന്നുള്ള രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ ചിന്തിച്ചത് അഭിഷേക് കെ വളരെ മോശമായിട്ടുള്ള ആളാ. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എന്നെ പോലെയുള്ള ചില ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അഭിഷേക് കെ എത്ര മോശമായിട്ടുള്ള ആളാണ്, ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളാണോ ഇങ്ങനെ മോശമായ രീതിയിൽ ഒരു കൊച്ചിനെ വെച്ചിട്ട് അച്ഛനോട് പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാ കാര്യങ്ങൾക്കും മറുവശമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിന് ശേഷം നമ്മൾ ആ ഒരു സീസൺ കാണുന്ന സമയത്ത്, ബിഗ് ബോസ് സീസൺ 6 കാണുന്ന സമയത്ത് ഇതിൽ അഭിഷേക് കെന്റെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ആളൊരു സാധുവായിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദ ഓൺലി തിങ് ഈസ് ഈസ് ഹോമോസെക്ഷൽ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം അടിപൊളിയാണ്. അതൊഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഹോമോസെക്ഷൽ തെറ്റാണോ എന്നുള്ള ചോദ്യം വരും. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓരോ ആളുകളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും ഹോമോസെക്ഷൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ ആളുകൾക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അഭിഷേക് കെന്റെ. അപ്പൊ എന്തായാലും അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കണ്ടായി. അപ്പൊ ആ ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു ഡിസ്കഷൻ വന്നല്ലോ, ഇങ്ങനൊരു കോൺട്രവേഴ്സി വന്നല്ലോ, അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അഭിഷേക് കെ കൊടുക്കുന്ന റിപ്ലൈ നമുക്കൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സോ ദ വീഡിയോ ഇസ് ഹിയർ. ആക്ച്വലി കൊറിയൻ മല്ലു ആരാന്ന് ഞാൻ റീസെന്റ് ആണ് അറിഞ്ഞത്. ഞാൻ ഒരു പ്രാൻഷു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ആളെ ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട് ആ കുട്ടി ഗേ ആയതുകൊണ്ട് ബുള്ളി ചെയ്ത് ആത്മഹത്യ ചെയ്തതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും മറ്റേ കാൻഡിൽസ് ഒക്കെ കത്തിക്കുന്നതിലാണ് ഞാൻ കൊറിയൻ മല്ലുവിന്റെ കമന്റ് കണ്ടത്. അത് എഴുതിയിരിക്കുന്ന ഈ LGTV കമ്മ്യൂണിറ്റിയിലെ ഒരുത്തൻ കൂടി ചത്തു, ഭൂമിക്ക് അങ്ങനെ ഒരു ഭാരം കൂടി കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു രീതിയിൽ കമന്റ് ചെയ്യണ്ട. ഇപ്പൊ ഒരാൾ മരിച്ചതിൽ വരെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഏത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുമ്പോഴും ഏതൊരു വ്യക്തിയുടെ പോസ്റ്റ് നോക്കുമ്പോഴും ഈ കൊറിയൻ മല്ലുവിന്റെ കമന്റ്സ് അതിൽ വളരെ മോശമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാക്കുകളും പഞ്ചവർണ്ണ ഡാഷ് അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്ത് ഫൈറ്റ് തുടങ്ങി. ഒരു ദിവസം ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്ത കമന്റ് മാത്രമേ അയാൾ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് അതിന്റെ മുകളിലുള്ളതില്ല, ഓൺലി എന്റെ റിപ്ലൈ മാത്രം. ഐ അഗ്രി, ഞാനത് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ എന്നെയും എന്റെ അച്ഛനെയും ചേർത്ത് ഇതേ രീതിക്ക് നിന്റെ അച്ഛന്റെ ഡാഷിൽ ഡാഷ് ചെയ്യുന്ന അത് ഐ ഡോണ്ട് ഹാവ് എ സ്ക്രീൻഷോട്ട്, ബട്ട് അയാൾ ഇട്ട കമന്റ് ഇതാണ്. അതിനുള്ള എന്റെ റെസ്പോൺസ് ആണ് ഇത്. അതേ തരത്തിലുള്ള നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത്. അപ്പം
എന്തുകൊണ്ട് അതിന്റെ മുന്നത്തെ റിപ്ലൈ ആൾ ഇടുന്നില്ല, ഇത് മാത്രം എന്നെ കാണിക്കാൻ. ഞാനിത് ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒരിക്കലും കൊറിയൻ മല്ലുവിനോട് ഞാൻ ഒരിക്കലും ഇതിന് മാപ്പ് അപേക്ഷിക്കില്ല. ബിക്കോസ് അയാൾ പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ്, ഒരു ദേഷ്യത്തിൽ ഞാൻ ഇട്ടു, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. ഇയാൾ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് ഫ്രെയിം ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകന് 4 വയസ്സുള്ള മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ആ 1 മാസം മുന്നിട്ട കമന്റ് എന്തുകൊണ്ട് ആ സമയത്ത് ഇത് വന്നില്ല? ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന സമയത്ത് അത് അയാൾ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞ സമയത്ത് മാത്രമാണ് അയാൾ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് കോർട്ടിൽ ഇത് പോകുന്നില്ല? അയാൾക്ക് കംപ്ലൈന്റ് ചെയ്തൂടെ, ഞാൻ ഇതുപോലെ മകനെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല? കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി സെല്ലിൽ നിന്ന് ഇതിന്ന് മുന്നത്തെ കമന്റ്സ് എല്ലാം എടുക്കുന്ന അയാൾക്ക് വ്യക്തമായിട്ട്. അപ്പം എനിക്ക് ഇത് കഴിഞ്ഞ് എന്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ആൾക്കാര്, വീട്ടിൽ കയറി അടിക്കും, അത് ചെയ്യുന്നൊക്കെ. അതിന് റിപ്ലൈ ഇല്ല. ഇയാളുടെ ഭാഗത്തു നിന്നാണോ? ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒബ്വിയസ്ലി ആയിരിക്കും. കൊറിയൻ മല്ലു ഇങ്ങനെ ഒരു കമന്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭീഷണി കോളുകൾ അമ്മയ്ക്ക് വന്നു. അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അമ്മ ഈ ബിഗ് ബോസിന്റെ ടൈമിൽ എത്രയോ കിലോ വെയിറ്റ് കുറഞ്ഞു. ഇവരെങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതിന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ല, പക്ഷെ അയാൾ കോർട്ടിൽ കൊടുക്കാന്ന് വെച്ചാൽ അവരെടുക്കും. പക്ഷെ ഇയാളത് സമ്മതിക്കുന്ന ഓഡിയോ എന്റെ അടുത്തുണ്ട്. ഏതൊരു ഫ്രണ്ട് ഇത് ചോദിച്ചു, നിങ്ങൾ ഇവന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ? അതേ, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ലക്കിൽ ഇതേവ ഉള്ളത് കൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ഇയാളിട്ട എനിക്കെതിരിട്ട വേറൊരു കമന്റും കൂടി ഉണ്ട്, കെ വെച്ചിട്ടുള്ള അത് വേർഡും പിന്നെ കുറെ വൃത്തികേടും. അതിൽ അമ്മയെ ചേർത്ത് പറയുന്ന കമന്റ് എന്റെ അടുത്തുണ്ട്. ആ ഒരു തെറിയുണ്ടല്ലോ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇയാളുടെ ഭാഗം എല്ലാം ക്ലീൻ ആക്കി എനിക്ക് റിപ്ലൈ പറയാൻ പറ്റാണ്ട് എന്റെ ഇത് മാത്രം ഇട്ടു. പക്ഷെ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. ഇത് കണ്ട് ഇത് എഫക്ട് ആയിട്ടുള്ള അവരുടെ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഇത് കമന്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്കോട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷെ കൊറിയൻ മല്ലുവിന് ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജി ഇല്ല. ആൾ കോർട്ടിൽ ബാക്കി ഡീൽ ചെയ്യട്ടെ, ബാക്കി ഞാനും കോർട്ടിൽ. അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് അഭിഷേക് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് അഭിഷേകിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന്. കൊറിയൻ മല്ലു വളരെ മോശപ്പെട്ട കമന്റ്സ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഒരുപാട് പേരുടെ കമന്റ്സ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ കൊറിയൻ മല്ലു ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കൊറിയൻ മല്ലു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ വേഷത്തിൽ നടക്കുന്ന, എന്നാൽ സ്ത്രീ അല്ല ഞാൻ പുരുഷനാണ് എന്ന് തന്നെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിൽ അഭിഷേകൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ള ഒരാളാണെന്ന് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് ഹിസ് പേഴ്സണൽ ചോയ്സ്, നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നാലും ഇതിനകത്ത് അഭിഷേക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പറയാനുള്ള റീസൺ എന്നെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ മോശമായിട്ട് കമന്റ് ചെയ്ത സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് അറിയാണ്ട് ഞാൻ റിയാക്ട് ചെയ്ത് പോയതാണ് എന്നൊക്കെ പിന്നെ അഭിഷേക് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് കേട്ട് വിഷമിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനോട് ഞാൻ സോറി പറയാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ കൊറിയൻ മല്ലുവിൻ്റെ അടുത്ത് സോറി പറയില്ല എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും തിരിച്ചും അതുപോലെ തന്നെ റിയാക്ട് ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യം. അതിനിപ്പോൾ അഭിഷേക് എന്ത് തന്നെ പറഞ്ഞാലും കൊറിയൻ മല്ലു പറഞ്ഞ അതേ സ്ലാങ്ങിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തെറ്റിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് ശരിയാവില്ല എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അയാൾ ഇങ്ങനെ പറയാനുണ്ടായ റീസൺ ഒരുപാട് പ്രൊവോക്കേഷൻസിലൂടെയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അതല്ലാണ്ട് വൺ ഫൈൻ മോർണിംഗ് അയാൾ പോയിട്ട് കമന്റ് ചെയ്തതല്ല. ഇതിന് കൃത്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അഭിഷേകിന്റെ കയ്യിൽ തെളിവായിട്ട് ഒരു കാര്യമില്ല. ഇതൊരു വലിയ ഇഷ്യൂ ആക്കാമായിരുന്നു. ഇഷ്യൂ ആയത് എപ്പോഴാന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്താണ് ഇത് വലിയ ഇഷ്യൂ ആയിട്ട് കുത്തിപ്പൊങ്ങിയ സമയത്ത്. കൊറിയൻ മല്ലു നല്ല ഇന്റലിജന്റ് ആണ്. ഒരു ഇന്റലിജന്റ് മൂവ് നടത്തിയതാണ്. ഇയാളുടെ കമന്റ് വളരെ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഭിഷേക് ഇതൊരു ഇഷ്യൂ ആകുമെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നേ നടത്തിയിട്ടുള്ള പ്രൊവക്കേറ്റീവ് കോമന്റ്സിന്റെ ഒന്നും സ്ക്രീൻഷോട്ട് അഭിഷേക് എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ആരായാലും നമുക്ക് ഫ്യൂച്ചർ പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ എനിക്കെതിരെ വിനയാകുമോ എന്നുള്ളതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അഭിഷേകിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അഭിഷേക് പറഞ്ഞത് വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അഭിഷേകിന് ഒരു വലിയ പ്രൊവക്കേഷൻ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കൊറിയൻ മല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, പിന്നെ അതുപോലെ തന്നെ കൊറിയൻ മല്ലുവിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള കോമന്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ആ ഒരു കോമന്റ് എന്നാണ് പറയുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് ശരിയല്ല. പിന്നെ കൊറിയൻ മല്ലുവിന് അതൊരു വലിയ പ്രശ്നമാക്കാമായിരുന്നു, അയാൾക്ക് കോർട്ടിൽ പോകാമായിരുന്നു. പക്ഷേ അയാൾ കോർട്ടിൽ പോകാത്തതിന്റെ റീസൺ അതിന് മുന്നേ ഉള്ള കോമന്റ്സ് കൊത്തിപ്പൊങ്ങി വരും എന്ന് അയാൾക്ക് പേടിയുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് അഭിഷേക് കെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.
പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അഭിഷേകിന് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഒരു ഹോമോസെക്ഷൽ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ലേ ബിഗ് ബോസിലേക്ക് പോയത്, പിന്നെ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ അഭിഷേകിന്റെ ഒക്കെ ഇൻട്രോ കേൾക്കുന്ന സമയത്ത് ഞാനൊരു ഹോമോസെക്ഷൽ ആണ്, അപ്പം അതിനെക്കുറിച്ച് ബിഗ് ബോസിൽ വന്നിട്ട് സംസാരിക്കും, അതിനെക്കുറിച്ച് ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ഇൻട്രോക്കകത്ത് അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്ക് ബിഗ് ബോസിനകത്ത് പോയപ്പോൾ അഭിഷേകിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഫസ്റ്റത്തെ അഭിഷേക് കെന്റെയും അഭിഷേക് എസിന്റെയും ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു ടോക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് നോർമൽ ആയിരുന്നു അതിനകത്ത് അവർ രണ്ടുപേരുണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അത് സ്റ്റോപ്പ് ചെയ്തത്? ഒരു ഹോമോസെക്ഷലും ഒരു ഹോമോഫോബിക്കുമായിട്ടുള്ള രണ്ട് വ്യക്തികളെ എന്തിന് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്തു, അവരുടെ ടോക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അഭിഷേകിന് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂജയും അഭിഷേകൊക്കെ തമ്മിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് LGBTQ കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നാണ് അഭിഷേക് പറയുന്നത്. ഈ സീസണിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൽ വിഷയം ഒന്നേ ഉള്ളൂ, ജബ്രി എന്നുള്ള ഒരു വിഷയമായിരുന്നു മെയിൻലി. ഇപ്പൊ ഒരു 50 ഡേയ്സിലും ആ ഒരു ഇഷ്യൂ അതിനെ മാത്രമായി ഫോക്കസിങ്. ഇപ്പൊ ഞാനും അഭിഷേകും വന്നപ്പോ തന്നെ ഒരു ഹോമോഫോബിക്കും അങ്ങനെ ഒരു കണ്ടന്റ് വന്നെങ്കിലും അത് ബിഗ് ബോസ് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യിച്ചു. പിന്നെയും അതിൽ വരുന്ന ഒരു കണ്ടന്റ് ഈ ഒരു ഇഷ്യൂ ആണ്, അപ്പൊ അതിലെല്ലാവരും ഇടപെടുന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, താങ്കളെ കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്നു, അഭിഷേകിന് ഇപ്പൊ പുറത്ത് എനിക്കറിയാം ഫാൻ ബേസ് ഉണ്ട്, മറ്റേ അഭിഷേകിന് ശ്രീകുമാറിന്, അയാളെ കൊണ്ടുവന്നത് താങ്കൾക്കെതിരെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമല്ലേ? അല്ലെങ്കിൽ അയാളെ കൊണ്ടുവരത്തേ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ റിയാസ് പോലുള്ള ആൾക്കാരൊക്കെ അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ടോക്സിസിറ്റി അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു, എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ കൊണ്ടുവരരുതായിരുന്നു. ആ ആക്ഷേപത്തെ എങ്ങനെ നോക്കി കാണുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ആക്ച്വലി അതും എന്റെ ഒപ്പമാണ് അഭിഷേകിനെ വിടുന്നത്. അപ്പൊ അവരതിൽ മീൻ ചെയ്യുന്നത് തന്നെ രണ്ട് ഡിഫറെന്റ് ആശയങ്ങളുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യണമെന്നായിരിക്കാം. പക്ഷെ അതിൽ ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ അവര് ഈ നോട്ടീസ് അടിച്ച് തന്നു, ഞങ്ങൾക്ക് ഒരു പ്രിന്റഡ് വന്നു, ഇതിനകത്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വന്നു. പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നുള്ള. പിന്നെ ഇപ്പൊ അഭിഷേക് പറയുന്നതിന് ഞാൻ കൊടുക്കുന്ന മറുപടി ഒക്കെ ലൈവിൽ വരെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അഭിഷേക് പറയുന്നു, പിന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്നു. ആ ഒരു സീനായിൽ കാണിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇപ്പൊ പൂജ ഇല്ലേ, ആങ്കർ പൂജ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പൂജയും ഞാനായിട്ട് ഇതിനെക്കുറിച്ചൊരു വലിയൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. LGBTQ കുറിച്ചും ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട്, എന്താണെന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല. അപ്പൊ അവർ എന്തിനാണ് 24 hours ലൈവ് വെക്കുന്നത്? എന്തിനാണ് ഏഷ്യാനെറ്റ് വിളിച്ചതെന്ന് പോലും എനിക്ക് ഡൗട്ട് ആവുന്നു. കാരണം എനിക്ക് ആദ്യം ഇൻട്രോയിൽ പറയാനുള്ളത് അവർ എഴുതി തന്നതാണ്. ലൈക്ക് ഞാൻ LGBTQ റെപ്രസെന്റ് ചെയ്ത് വരുന്നു, ഞാൻ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് അവരുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞത് ഞാൻ ഒരു റെപ്രസെന്റേഷൻ അല്ല, ഞാൻ ആസ് എ ഗെയിമർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവർ പറഞ്ഞത് എനിക്ക് പറയേണ്ടി വന്നു തുടക്കത്തിലുള്ള ഇൻട്രോ ഇതില്. എന്നിട്ടും അവർ അതിനകത്ത് എന്നെ ഞാൻ പറഞ്ഞത് വരെ കട്ട് ചെയ്ത് പിന്നീട് പറയുമ്പോൾ LGBTQ കുറിച്ച് സംസാരിക്കരുതെന്നുള്ള നോട്ടീസ് തരാം. അപ്പൊ ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇതിനകത്തുള്ള മുന്നത്തെ കോntestants എല്ലാവരും പറയുന്നുണ്ട് 24 ലൈവ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ജാസ്മിൻ ഗബ്രി വിഷയമായിരുന്നു ഏകദേശം ഒരു 50 ഡേയ്സ് വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇച്ചിരിയെങ്കിലും കുറച്ച് പേർക്ക് ചെറുതായിട്ടെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. ബാക്കി ഒരു സ്ക്രീൻ സ്പേസും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ഷോ ആണ്. ആളുകൾക്ക് വേണ്ടിയിരുന്നത് കുറച്ച് പ്രണയം, കുറച്ച് 18+ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കിട്ടിയ ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഷോ ആയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. അല്ലാതെ ഒരുപാട് സോഷ്യൽ റിഫോർമേഷൻസ് ഒന്നും നമ്മൾക്ക് ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മുടെ അഭിഷേക് കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.